പാലിയേക്കര മടവാക്കരയിൽ 89 വയസ്സുള്ള പുലിയടത്ത് കൃഷ്ണൻ എന്ന വയോധികൻ കൊല്ലപ്പെട്ട വീടിന് മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ വീടിനകത്താണ് കൃഷ്ണൻ തനിച്ച് താമസിച്ചിരുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന മകൻ 54 വയസ്സുള്ള രാധാകൃഷ്ണനാണ് പിതാവിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ചുറ്റികയ്ക്ക് തലയ്ക്കടിച്ചാണ് കൃഷ്ണനെ മകൻ രാധാകൃഷ്ണൻ കൊലപ്പെടുത്തിയത്. ഈ വീട്ടിൽ കൃഷ്ണൻ തനിച്ചാണ് താമസിച്ചിരുന്നത്. മൂത്ത മകൻ മുരളീധരൻ്റെ വീടാണിത്. മുരളീധരനും ഭാര്യയും താമസിക്കുന്നത് ചെങ്ങാലൂരാണ്. ഒരു ഫാം നടത്തുന്നതുമായി ബന്ധപ്പെട്ടവർ ചെങ്ങാലൂരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഈ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന രണ്ടാമത്തെ മകൻ രാധാകൃഷ്ണനും പിതാവ് കൃഷ്ണനും തമ്മിൽ കാലങ്ങളായി സ്വത്ത് തർക്കം നിലനിൽക്കുന്നുണ്ട്. ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട്. പല കേസുകളും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അച്ഛനും മകനും തമ്മിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു വൈരാഗ്യമാണ് പിതാവിനെ കൊലപ്പെടുത്താൻ കാരണമായി മകൻ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് മകൻ രാധാകൃഷ്ണൻ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഈ വീടിനകത്ത് കയറുകയും പിതാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ആയിരുന്നു. ഇപ്പോൾ പുതുക്കാട് പോലീസ് SHO ആദം ഖാൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയുടെ വീട്ടിൽ നിന്നും ചുറ്റിക, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ സംഭവം താൻ കൃത്യം എങ്ങനെയാണ് കൃത്യം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് വിവരിക്കുകയും ചെയ്തു. തുറന്നു കിടക്കുന്ന വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാണ് പ്രതി ഈ വീടിനകത്തേക്ക് കയറിയത്. തുടർന്ന് പിതാവുമായി തർക്കമുണ്ടാവുകയും പിതാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇപ്പോൾ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഫോറൻസിക് വിദഗ്ധരടക്കം തെളിവെടുപ്പ് നടത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും പാലിയേക്കരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ ഒരു വയോധികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ കേസിലും പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കൊലപാതകം നടക്കുമ്പോൾ നാട് നടുങ്ങിയിരിക്കുകയാണ്. ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതാണ് ഒരു ആശ്വാസമാകുന്നത്. അങ്ങനെ പിതാവിനെ കൊലപ്പെടുത്തിയ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പുതുക്കാട് പോലീസിൻ്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പ്രതിയുടെ വീട്ടിൽ എത്തി പ്രതി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിയെ ഇനി സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള തൊട്ടടുത്താണ് കൊലപാതകം നടന്ന വീടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പ്രതി രാധാകൃഷ്ണൻ പിതാവിനെ കൊലപ്പെടുത്തിയ വിവരം അദ്ദേഹം ഇപ്പോൾ പോലീസിനോട് പറയുകയും ആ സംഭവത്തിൻ്റെ വിവരങ്ങൾ നൽകുകയുമാണ്. ഇപ്പോൾ വീട് പടി കടന്ന് പ്രതി എങ്ങനെയാണ് താൻ തൊട്ടടുത്ത് താമസിക്കുന്ന പിതാവിനെ കൊലപ്പെടുത്താനായിട്ട് പോയത് എന്നത് പോലീസിനോട് വിവരിക്കുകയാണ്. ഏതായാലും പ്രതിയുടെ വീട്ടിൽ നിന്നും ആയുധം കണ്ടെടുത്തിരിക്കുന്നു. ആ പ്രതിയെ ഇപ്പോൾ കൊലപാതകം നടന്ന വീട്ടിലേക്ക്, പിതാവിനെ കൊലപ്പെടുത്തിയ വീട്ടിലേക്ക് പോലീസ് എത്തിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കൃഷ്ണൻ തനിച്ച് താമസിച്ചിരുന്ന ആ വീട്. ഈ വീടിനകത്താണ് പിതാവ് കൃഷ്ണൻ തനിച്ച് താമസിച്ചിരുന്നത്. ആ വീട്ടിലേക്ക് കടന്നത് എങ്ങനെയാണ് എന്ന് പ്രതി പോലീസിനോട് വിവരിക്കുകയാണ്. ഇപ്പോൾ കൊലപാതകം നടന്ന വീട്ടിലേക്ക് പ്രതിയെ പോലീസ് എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ കൃത്യം നടത്തിയത് എങ്ങനെയാണ് എന്ന്, പിതാവിനെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് പ്രതി ഇപ്പോൾ പോലീസിനോട് വിവരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം എങ്ങനെയാണ് വീടിനകത്ത് കയറിയത് എന്നൊക്കെ പോലീസിനോട് അദ്ദേഹം വിവരിക്കുകയാണ്.